ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ക്രിയേറ്റീവ് അക്കാദമി. ഞാൻ സഞ്ജുഷയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ 5th ചാപ്റ്ററാണ്. ഓക്കെ, മുന്നേയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 5th ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് നമ്മൾ മെയിൻലി ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മീനിങ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് ഇതെല്ലാം നമ്മൾ കൂടെ പഠിക്കുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് ഈ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതെല്ലാമാണ് നമ്മൾ മെയിൻലി ഇതിൽ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ഓർഗനൈസേഷൻ എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? ബിസിനസ് ഓർഗനൈസേഷൻ ആൻ എൻറ്റിറ്റി ഫോം ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരിയിങ് ഓൺ കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസ്. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി, ട്രേഡ്, ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, ഇൻഷുറൻസ് ഇതെല്ലാം പോലത്തെ വേരിയസ് ടൈപ്പ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്ന എൻറ്റിറ്റിയാണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു എൻറ്റിറ്റി ഫോം ചെയ്യാണ് കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസ് ക്യാരി ചെയ്യാനും അതിൻ്റെ പർപ്പസിനും വേണ്ടിയിട്ട് ഒരു ഫോം ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഏതൊക്കെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് നമ്മളിതിൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, കോപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഇതെല്ലാമാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ബിസിനസ് ഓർഗനൈസേഷനിലെ ഫസ്റ്റ് വണ്ണാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ബാക്കിയെല്ലാം നമ്മൾ വഴിയെ ഓരോന്നായിട്ട് പഠിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പഠിക്കുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്. ഓക്കെ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് മീൻസ് ദ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു എ ബിസിനസ് എൻ്റർപ്രൈസസ് എക്സ്ക്ലൂസീവ്ലി ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ പേഴ്സൺ വിത്ത് ഓൾ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് റിസ്ക്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു വേർഡാണ് സിംഗിൾ പേഴ്സൺ. ഓക്കെ, അതായത് ഒരു ബിസിനസ് എൻ്റർപ്രൈസസ് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും പിന്നെ അത് ഓൺ ചെയ്യുന്നതും അതിൻ്റെ എല്ലാ അതോറിറ്റീസും റെസ്പോൺസിബിലിറ്റീസും റിസ്ക്കും എല്ലാം കീപ്പ് ചെയ്യുന്നതും എ സിംഗിൾ പേഴ്സൺ ആണ്. ഓക്കെ, സോൾ മീൻസ് വൺ, സിംഗിൾ പേഴ്സൺ എന്നാണ് മീൻ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു സിംഗിൾ പേഴ്സൺ ആണ് ഒരു ബിസിനസ് എൻ്റർപ്രൈസസ് മാനേജ് ചെയ്യുന്നതും അതിൻ്റെ ഓണറും അത് കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ സിംഗിൾ പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ വരുന്ന റിസ്ക് ആയാലും എന്ത് റെസ്പോൺസിബിലിറ്റീസ് ആയാലും എല്ലാം ആരെന്നെ നോക്കണം? ആ സിംഗിൾ പേഴ്സൺ തന്നെ നോക്കണം. അതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ജെഎൽ ഹാൻസൻ്റെ ഈ അടിയിൽ കൊടുത്തിട്ടുള്ള ഈ ഡെഫിനിഷൻ എന്തായാലും പഠിക്കുക. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതി വെക്കുക. അതായത് ജെഎൽ ഹാൻസൺ, എ ടൈപ്പ് ഓഫ് ബിസിനസ് യൂണിറ്റ് where one person is solely responsible for providing the capital and bearing the risk of the enterprises and for the management of the business. ഓക്കെ, ഇതാണ് ഡെഫിനേഷനായിട്ട് വരുന്നത്. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് എ സിംഗിൾ പേഴ്സൺ ഓൺഡ്, മാനേജ്ഡ്, കൺട്രോൾഡ് ആൻഡ് എല്ലാ അതോറിറ്റീസും റെസ്പോൺസിബിലിറ്റീസും റിസ്ക്കും എല്ലാം അയാൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നതും, അല്ലെങ്കിൽ അയാൾ തന്നെ വഹിക്കണം എല്ലാ റിസ്ക്കും റെസ്പോൺസിബിലിറ്റീസും എല്ലാം. ഓക്കെ, അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഉണ്ടാവുക? ഫസ്റ്റ് വൺ, സിംഗിൾ ഓണർഷിപ്പ്. അതായത് അവരുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സിംഗിൾ ആയിരിക്കും. കാരണം ഒരു പേഴ്സൺ മാത്രമല്ലേ ഓണറായിട്ടുള്ളൂ, അതുകൊണ്ട് ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും.
സെക്കൻഡ്, നോ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഓണർഷിപ്പിലോ അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റിൻ്റെ മാനേജ്മെൻറ്റിലോ ഒന്നും തന്നെ എന്താണ് സെപ്പറേഷൻ ഉണ്ടാവില്ല. കാരണം മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഓണറും എല്ലാം ആരാണ്? ഒരു സിംഗിൾ പേഴ്സൺ തന്നെയാണ്. അടുത്തത് ലെസ് ലീഗൽ ഫോർമാലിറ്റീസ്. ലെസ് ലീഗൽ ഫോർമാലിറ്റീസിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ ഒരു ലീഗൽ ഫോർമാലിറ്റീസും തന്നെ ഇൻവോൾവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ ഫോർമേഷൻ ഭയങ്കര ഈസിയാണ്, അതേപോലെ തന്നെ സിമ്പിളാണ്. നോ ലീഗൽ ഫോർമാലിറ്റീസ്, ഒരു ലീഗൽ ഫോർമാലിറ്റീസും നമ്മുടെ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഓക്കെ. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി, അതായത് എന്താണ് ഇതിന് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ഒന്നുമില്ല. കാരണം ബിസിനസ്മാൻ ആയാലും അല്ലെങ്കിൽ ബിസിനസ് എൻ്റർപ്രൈസസ് ആയാലും ആൾ തന്നെയായിരിക്കും, ഒരാൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ബിസിനസ്സിന് എന്ത് സംഭവിച്ചാലും അയാൾ തന്നെയായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നോ ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതായത് ഒരാൾ ഉള്ളതുകൊണ്ട് തന്നെ, ഒരാൾ മാത്രമേ ഉള്ളൂ മാനേജ് ചെയ്യാനും എല്ലാത്തിനും ഒരാൾ മാത്രം ആയതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിനായാലും ലോസിനായാലും ഷെയറിങ് വരില്ല. കാരണം വേറൊരാൾക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ പ്രോഫിറ്റ് വന്നാലും ആ പേഴ്സണിനുള്ളതാണ്, ലോസ് വന്നാലും ആ പേഴ്സൺ തന്നെ കവർ ചെയ്യണം. മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റീസ്. കാരണം ഇതെന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? ഒരു കമ്പനി ആവുന്ന സമയത്ത് എന്തായാലും അവിടെ ബാധ്യതകൾ ഉണ്ടാവും. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യതകളാണ്. അപ്പം ആ കമ്പനീനെ സംബന്ധിച്ച് ഈ ബാധ്യതകൾ എന്ന് പറയുമ്പോൾ, അപ്പം ഒരു കമ്പനി ഫോം ചെയ്യാൻ ഒരുപാട് നമുക്ക് എന്താണ് ക്യാഷിനും കാര്യത്തിന്, അപ്പം ലയബിലിറ്റീസ് എന്തായാലും ഉണ്ടാവും. അത് അൺലിമിറ്റഡ് ആണ്. കാരണം ഈ ഒരാൾ മാത്രമാണ് ഈ ബാധ്യതകളെല്ലാം ഏറ്റെടുക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ ലിമിറ്റഡ് ആക്കാൻ പറ്റില്ല, ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ബാധ്യതകൾ അയാൾ തന്നെ ഏറ്റെടുക്കണം. അതുകൊണ്ട് എന്താണ് ലയബിലിറ്റിക്ക് അവിടെ ലിമിറ്റില്ല, അൺലിമിറ്റഡ് ആണ് എന്നാണ് ആ പോയിന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്നത് വൺ മാൻ കൺട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരാൾ മാത്രം ഉള്ളതാണ്. സോ ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്ന ബിസിനസ് ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യുന്നതും ഒരാളാണ്. അതാണ് വൺ മാൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. എന്തൊക്കെ മെറിറ്റ്സ് ആണ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഈസി ടു ഫോം ആൻഡ് വൈൻഡിങ് അപ്പ് ആണ്. അതായത് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒരാൾ മാത്രം, ഞാൻ ഈ ഒരാൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു പോയിന്റ് എന്തായാലും വരണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പം ഈ ഒരാൾ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് ഈ കമ്പനി ഫോം ചെയ്യാൻ സിമ്പിളാണ്, പെട്ടെന്ന് ഫോം ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ വൈൻഡ് ചെയ്യാനും പറ്റും. ഇപ്പം ഒരാൾ മാത്രം തുടങ്ങുന്നൊരു കമ്പനി ആകുമ്പം വേറൊരാളോട് ഞാൻ ഇന്ന കമ്പനി ഫോം ചെയ്യാൻ പോവാണ് കേട്ടോ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നത് ഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെന്തെങ്കിലും നഷ്ടങ്ങളും കാര്യങ്ങളും വരികയാണെങ്കിൽ മറ്റൊരാളോട് പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഇത് വൈൻഡ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഞാനിത് നിർത്താൻ പോവാണ്, അടയ്ക്കാൻ പോവാണ് എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരാൾ മാത്രം എന്താണ് നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇത് ഫോം ചെയ്യാനും വൈൻഡ് ചെയ്യാനും എന്താണ് സിമ്പിളാണ്, ഈസിയാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് മെറിറ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ഡിസിഷൻ ആൻഡ് പ്രോംപ്റ്റ് ആക്ഷൻ. അതായത് എന്താണ് ഇപ്പം ആ ഒരാൾ മാത്രമാണ് ആ കമ്പനിയിലുള്ള ഡിസിഷൻസും എല്ലാം നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ മാത്രമാണ് അവിടെ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ അയാൾക്ക് എന്താണ് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കുക, ഒരു വിത്തിൻ സെക്കൻഡിൽ ഡിസിഷൻസ് എടുക്കുകയും ചെയ്യുക, അതിനുള്ള പ്രോംപ്റ്റ് ആക്ഷൻസ് ചെയ്യുകയും ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ നടപടികൾ എടുക്കുകയും ചെയ്യുക. അതാണ് സെക്കൻഡ് മെറിറ്റിൽ പറയുന്നത്. അടുത്തത് ഡയറക്റ്റ് മോട്ടിവേഷൻ. ഡയറക്റ്റ് മോട്ടിവേഷൻ എന്ന് പറയുമ്പം എന്താണ് ഈ ആൾ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, ഈ ആൾ തന്നെയാണ് മോട്ടിവേറ്റഡ് ആവേണ്ടത്, വേറൊരാൾ വരുന്നില്ല. അപ്പം മോട്ടിവേഷൻസ് എല്ലാം ഡയറക്റ്റ് ആണ്. ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻസ്. അതും ഇത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. എന്താണ് ഒരു കമ്പനിയിൽ വരുന്ന ഓപ്പറേഷൻസ് കുറേ പേരുണ്ടെങ്കിലല്ലേ എല്ലാവരുടെ അടുത്തും എത്തിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഈ ഒരാൾ തന്നെ ആവുന്ന സമയത്ത് അയാൾക്ക് എന്താണ് ഓപ്പറേഷൻസ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ വ്യതിയാനം വരുത്താൻ പറ്റും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം ഓപ്പറേഷൻസ് എല്ലാം, കാരണം ഈ ഒരാൾ മാത്രമാണല്ലോ എല്ലാം ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് ബിസിനസ് സീക്രട്സ്. അതായത് ഈ പേഴ്സൺ തന്നെയാണ് സീക്രട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ സീക്രട്സ് എല്ലാം പുറത്തു പോകാനോ അല്ലെങ്കിൽ അത് ലീക്കാവാനോ ഒന്നുമുള്ള സാധ്യത വരുന്നില്ല, എല്ലാം ഈ ഒരു പേഴ്സൺ തന്നെയാണ് നോക്കുന്നത്. അടുത്ത പേഴ്സണൽ ടച്ച്.
അതായത് എന്താണ്, ഇപ്പം ഇവർക്കറിയാം ഇവരെന്ത് ചെയ്യണം, മീൻസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവിടെ നടക്കുന്നത്. അതാണ് മെയിൻലി ആ പോയിന്റ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പം മെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ആണ്. എന്തൊക്കെ ലിമിറ്റേഷൻസ് വരാം? മെയിൻലി നമുക്ക് 5 ലിമിറ്റേഷൻസാണ് വരുന്നത്. ലിമിറ്റഡ് റിസോഴ്സസ്, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി, നോട്ട് സൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ആൻഡ് ലിമിറ്റഡ് മാനേജറിയൽ എക്സ്പെർട്ടൈസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു പേഴ്സണേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അവർക്ക് കിട്ടുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അടുത്ത ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്തായിരിക്കും? അവർക്ക് ലാക്കായിരിക്കും. കാരണം കണ്ടിന്യൂറ്റി കുറവായിരിക്കും. കാരണം ഈ ഒരു പേഴ്സൺ തന്നെയാണ് അവിടെ നോക്കുന്നത്. അപ്പം വേറൊരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് പിന്നെയും കുറേ ഡിസിഷൻസ് എടുക്കാനും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും. അപ്പം ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഇവിടെ ലാക്കായിരിക്കും. അടുത്ത ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞു, നമുക്ക് വരുന്ന ഒരു കമ്പനീനെ സംബന്ധിച്ച്, ഒരു കമ്പനിയിലൊരു കുറച്ച് അധികം പേരുള്ള കമ്പനിയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ലയബിലിറ്റി, എന്തെങ്കിലും നഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ ആ നഷ്ടം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഓരോരുത്തർക്കും എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റീസാണ് വരുന്നത്. പക്ഷേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കേസിലെന്ന് പറയുമ്പം ഒരാൾ മാത്രമാണ് ആ കമ്പനി ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. സോ എന്താണ് അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്, അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ലിമിറ്റഡ് അല്ല, എപ്പോഴും അൺലിമിറ്റഡ് ആണ്. കാരണം അവർക്ക് എത്രത്തോളം ലയബിലിറ്റി വരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ തന്നെ പറ്റില്ല. അടുത്ത നോട്ട് സൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്. ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിന് ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫോം എന്ന് പറയുന്നത് സ്യൂട്ടബിൾ അല്ല. കാരണം ഇത് സിംഗിൾ സ്കെയിൽ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഓപ്പറേഷൻസിന് മാത്രമാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അടുത്തത് ലിമിറ്റഡ് മാനേജറിയൽ എക്സ്പെർട്ടൈസ്. അതായത് നമുക്ക് മാനേജറിയൽ എക്സ്പെർട്ടൈസ് ഒക്കെ നമുക്ക് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. കാരണം ഇതെന്താണ്, ഇത് ഒരു സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസ് ആണ്. അതേപോലെ തന്നെ ഇതൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, വൺ മാൻ കൺട്രോളിൽ വരുന്ന ഒരു എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മാനേജറിയൽ എക്സ്പെർട്ടൈസ് ഒക്കെ നമുക്ക് ലിമിറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ മെയിൻലി നമ്മളിപ്പോൾ പറഞ്ഞത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് ആൻഡ് അതിൽ മെയിൻലി പറഞ്ഞത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും മെറിറ്റ്സും ലിമിറ്റേഷൻസും ആണ് പറഞ്ഞത്. എന്തായാലും സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഡെഫിനേഷൻ എന്തായാലും പഠിച്ചിരിക്കുക, എന്താണെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. എന്തെങ്കിലും ഡൗട്ട് അത് മൈൻഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം നാളെ മറ്റന്നാൾ എന്താണ് ഇത് കഴിഞ്ഞു, പ്ലസ് 1 കഴിഞ്ഞു, പ്ലസ് 2 കഴിഞ്ഞു, ഡിഗ്രി എത്തുന്ന ഇപ്പം നമ്മൾ കൊമേഴ്സ് എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ എത്ര പഠിക്കുന്നോ അത്ര കാലത്തും നമുക്ക് ഈ പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പം പഠിക്കുന്ന സമയത്ത് നല്ല മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതാവുന്ന സമയത്ത് നമുക്ക് ഒരു പ്രശ്നവും വരില്ല. എന്താണ് പഠിച്ച് പോവാം. അന്നന്ന് എടുക്കുന്നത് അന്നന്നെ പഠിക്കുക. ഞാൻ തരുന്ന PDF-ലുള്ള നോട്ട്സ് വളരെ ഷോർട്ടാണ്. അതിൽ എക്സ്പ്ലനേഷൻസും എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഈ കൊടുക്കുന്ന ഓരോ പോയിന്റിനും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ പോലെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ 5 എണ്ണം എഴുതി വെച്ചാൽ പോരാ. ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ് അതെല്ലാം. അപ്പം ഈ ചെറിയ നോട്ട്സ് എന്തായാലും നമ്മൾ നോട്ട്സിൽ എഴുതിയിരിക്കുക, പഠിക്കുക. എന്തായാലും പാസ്സാവാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നെടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നമുക്കത് ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ആൻഡ് താങ്ക് യു ഓൾ.